നമുക്കൊരു കുമ്മി പരിചയപ്പെടാം. ഇരട്ട കുമ്മിയാണ് കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കുമ്മിയാണ്. ഒറ്റ കുമ്മിയൊക്കെ ബുദ്ധിമുട്ടാണ്, ഇരട്ട കുമ്മി. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ 1 2 3 1 2 3 അതാൾ ഓർമ്മല്ലേ? അതായത് കാല് ബാക്കിൽ വെച്ചിട്ട് 1 2 3. അപ്പം നമ്മൾ 3ക്കാണ് താഴെ. ഫസ്റ്റ് തന്നെ നമ്മൾ കാല് ബാക്കിലാണ് വയ്ക്കുക. അപ്പോൾ കൈ ഇവിടെ വരും. 1 2 3 1 2. ഇതാണ് സംഭവം. എന്നിട്ട് നമ്മളിങ്ങനെ 8 എണ്ണം ഇങ്ങനെ കറങ്ങുക. അതായത് നമ്മുടെ പോയിന്റിൽ നിന്നിട്ട് നമ്മൾ ഓരോന്ന് വെച്ച് വെച്ച് ഇങ്ങനെ കറങ്ങി നമ്മുടെ സ്ഥലത്ത് തന്നെ എത്തും. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്കതൊന്ന് കാണിച്ചു നോക്കാം. 1 2 3 4 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. ഇങ്ങനെ നമ്മുടെ സർക്കിളിൽ നിന്നിട്ട് നമ്മൾ കറങ്ങി. ഇനി അടുത്തത് പെയറായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് എടുക്കുക. 1 2 3. പിന്നെ അവിടേക്ക് പോകുമ്പോൾ അവിടെ കൊട്ടണം. എന്നിട്ട് അടുത്ത പെയറിന് ഇത് തന്നെ കൊടുക്കും. 1 2 3. അവിടെ ഒരു പെയറുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതേ സംഭവം 1 2 3 4 ഇങ്ങനെ കൊടുത്തു പോകാൻ പറ്റും. 1 2 3 4 1 2 3 4. അപ്പം 4 പേരൊക്കെ 8 പേരെ ഉള്ളെങ്കിൽ നമ്മുടെ പേര് നമ്മുടെ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ടാവും. ഇതേ സ്റ്റെപ്പ് തന്നെ കളിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ പേരിൻ്റെ അടുത്ത് എത്തും. 8 പേരാണെങ്കിൽ കേട്ടോ. 10 ഒക്കെ ആണെന്ന് വെച്ചാൽ എത്തില്ല. ഇത് കഴിഞ്ഞിട്ട് കുമ്മി അടിക്കണ സ്റ്റെപ്പ് എന്ന് പറയും. കുമ്മി അടിക്കുന്ന സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ആദ്യത്തെ 3 ചവിട്ടും വലത്തേ കാല് വെച്ചിട്ട് തന്നെ തുടങ്ങണം. അത് തെറ്റിക്കഴിഞ്ഞാൽ കളി വൃത്തികേടാവും. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഓഡിയൻസിന് ഇങ്ങോട്ട് തിരിഞ്ഞ് കാണിച്ചു തരാം. ആദ്യം ഇവിടെ നിന്നിട്ട് 1 2. കാരണം ആദ്യം അകലെ ചവിട്ടി അതേ കാലം അടുത്ത് വെച്ചു. വീണ്ടും അതേ കാലം തന്നെ ചവിട്ടും. ഇനി ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഈ കാലിലേക്ക് ശ്രദ്ധിച്ചാലും മതി. അപ്പോൾ 1 2 3 4 വീണ്ടും വരും. ഇനി ഈ ഓർഡറിലല്ല കേട്ടോ. ഇനി മാറി 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 കളിക്കാം. ആദ്യം മാത്രമേ നമുക്ക് റൈറ്റ് സൈഡിലെ കാലം 3 തവണ വരുന്നുള്ളൂ. ഒന്നുകൂടി തുടങ്ങാം. 1 2 3 4 5 6 7 8. കണ്ടോ? ഇപ്പോൾ ഒരാൾ വട്ടത്തിൻ്റെ ഉള്ളിലും മറ്റേ ആൾ വട്ടത്തിൻ്റെ പുറത്തുമായിരിക്കും. ഈ കൈ മാത്രമാണ് ശരിക്കും വട്ടത്തിൽ വരിക. ഇനി ഉള്ളിൽ നിൽക്കുന്നവർ നേരെ ഉള്ളിലേക്ക് തന്നെ ചാടും, പുറത്ത് നിൽക്കുന്നവർ പുറത്തേക്ക് തന്നെ ചാടും. ഇതേപോലെ തന്നെ ചാടും. ഞാൻ ചാടിന് കാണിച്ചു കൊടുക്കാം. ചാടി ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ലെഫ്റ്റ് കാലെടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് കൊട്ടും 2 പേരും. അപ്പോൾ ഒരാൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് കൊട്ടും, മറ്റേ ആൾ പുറത്തേക്ക് തിരിഞ്ഞ് കൊട്ടും. ഇതാണ് എടുത്തത്. ഈ കൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേരിന് തന്നെ അടിക്കും. ഇപ്പോൾ നമ്മൾ 8 പേരും വട്ടം ക്ലിയർ ആക്കിയിട്ടുണ്ടാവും. ഇപ്പോഴും സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല. ഈ കൊട്ടിക്കഴിഞ്ഞാൽ ഇനി കൈ താഴെ ഇട്ട് ഈ കാല് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നീക്കി വയ്ക്കും. അതായത് നമ്മൾ വീണ്ടും ഒരു വഴി കണ്ടുപിടിക്കണ പോലെ. എന്നിട്ട് വീണ്ടും ചാടും. ചാടി തിരിഞ്ഞ് കൊട്ടി ഇതേപോലെ ലെഫ്റ്റ് തിരിഞ്ഞ് കൊട്ടി 2 കൊട്ട്. ഇതാണ് 16 സ്റ്റെപ്പ് വരിക. ഇത് ഞാൻ വേറൊരു കുട്ടിയും കൂടെ വെച്ചിട്ട് പരിചയപ്പെടുത്തി തരാം. വാ. ഞാൻ കൗണ്ട് ചെയ്യാം കേട്ടോ. 3 4 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. കിട്ടിക്കാണെന്ന് വിചാരിക്കണു. 1-2 പ്രാവശ്യം കൂടി കണ്ട് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നോക്കുക. ആദ്യത്തെ 8 കൊട്ട എങ്ങനെയാണ് കളിക്കണം നോക്കുക. പിന്നെ ചാടുമ്പോൾ കൈ ഒന്ന് പിടിച്ച് ഇരിക്കും. ഈ മുട്ടിന് പാരലായിട്ടാണ് കൈ വരേണ്ടത്. കണ്ടോ? ഈ ഡിസ്റ്റൻസ് കണ്ടില്ലേ? അല്ലാതെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ വെക്കരുത്. അതല്ല, അവിടെ തന്നെ വരണം കൈ. ഇങ്ങനെ തന്നെ വരണം. എന്നിട്ട് ഒന്നും കൂടി ചേർത്ത് പിടി. ഈ ഒരു ഇതിലിരിക്കണം. ഇനി അങ്ങനെ ഒന്ന് ചാടി ഇരുന്ന് കാണിച്ചു കൊടുക്കും. ഇത് കിട്ടണം കയ്യിന്. അങ്ങനെ കുമ്മിയുടെ ചാട്ടം ഇതാണ്. സൗണ്ട് ഇല്ലാതെ നമ്മൾ ഒതുക്കി ചാടും. അപ്പോഴേ നമുക്ക് ഈസി ആയിട്ട് പൊങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു പെയറായിട്ട് തന്നെ കളിക്കുമ്പോൾ 1 2 3 ഇതേ താളത്തിൽ തന്നെ 1 2 3 ഇതേ അപ്പുറത്തെ പേരിൻ്റെയും കൂടെ കളിച്ച് പോവാം, ഇതേ പേരിൻ്റെ കൂടെയും കളിച്ച് പോവാം. 1 2 3 1 2 3 1 2 3
1 2 3 ഇങ്ങനെ അടിച്ചും പോവാം. അപ്പോഴും നമ്മുടെ 8 പേരാണെങ്കിൽ നമ്മുടെ പേരിൻ്റെ അടുത്ത് എത്തും. ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ 2 പേരുടെ ഞാനിവിടെ നിൽക്കാം. 2 പേരുടെ കളിച്ചിട്ട് വന്നു. 3 4 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. ഇപ്പോൾ പേരാണെങ്കിൽ ശരിക്കും പേരിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ കളിച്ച് പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ബുദ്ധിമുട്ടുള്ളതല്ലാതെ എളുപ്പമുള്ള സ്റ്റെപ്പ് എടുക്കണം. ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് 8 പേരും ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാം. 1 2 3 4 5 6 7 8 ഇങ്ങനെ കളിക്കാം. ഇത് പെയറായിട്ടും കളിക്കാം. 2 പേര് പെയറായിട്ട് 1 2 3 4 5 6. ഇനി അവിടുന്ന് 1 2 3 4 5 6 7 8 കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കളിച്ച അതേ 16 കൊട്ടിച്ചാടുന്ന സ്റ്റെപ്പ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇത്രയാണ് ഇപ്പോൾ കറക്റ്റ് താളവട്ടത്തിൽ എത്തിയിട്ടുണ്ടാവും. അത് ഇത് നമ്മൾ ഈ 16 എണ്ണം അല്ലാതെ 4 എണ്ണം കൊട്ടിയിട്ടും ചാടാൻ പറ്റും. 1 2 3 4 5 6 7 8 9 10 11 12. ഇത് 12 ആയിട്ട് നിൽക്കും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ഇപ്പുറത്തെ പേരിൻ്റെ കൂടെയും കൂടെ റിപ്പീറ്റ് ചെയ്യും ഇതേ സ്റ്റെപ്പ്. അപ്പോഴേ അത് ആ പാട്ടിന് ഭംഗി കൂടുള്ളൂ. ഇത്രയും എടുത്ത് ഇനി വേണമെങ്കിൽ ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അത് നല്ല സ്പീഡായിരിക്കും കളി. ഞാൻ കാണിച്ചു തരാം. നമ്മൾ കൊട്ടിയിട്ട് ഇങ്ങനെ കാല് സ്പീഡിൽ പോകുമ്പോൾ കൈ സ്ലോയിൽ വരും. ഇങ്ങനെ കൊട്ടി ഇങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും. ഇത് അപ്പോഴേക്കും പാട്ടിൻ്റെ ട്യൂണും ഒന്ന് മാറും, താളം. നമുക്ക് പാട്ടിൻ്റെ ഒപ്പം വേണമെച്ചാൽ ഫുള്ളൊന്ന് കളിച്ച് കാണിച്ചു തരാം. 1 2 3 സ്റ്റാർട്ട്. മല്ലവിലോലനയനമരേ എല്ലാരും കൈകൊട്ടി പാടിടുവിൻ. മല്ലവിലോലനയനമരേ എല്ലാരും കൈകൊട്ടി പാടിടുവിൻ. നല്ലൊരു തോടി നീലാംബരി കല്യാണി കൂടി മുഖാരിയും പന്തുവരാളി മുതലായ രാഗങ്ങൾ പാടി പലവിധം ചൊല്ലാർന്നൊരു മല്ലീശ്വര വില്ലിൻ രുചി വെല്ലുന്നൊരു ചൊല്ലാർന്നൊരു മല്ലീശ്വര വില്ലിൻ രുചി വെല്ലുന്നൊരു ചില്ലിയിളക്കി കളിച്ചിടണം. നല്ല കുമ്മിയടിച്ചു രസിച്ചിടണം. ഗദ്യമൊരുത്തി ചൊല്ലിടും നേരം ഹൃദ്യമറ്റെല്ലാരും ഏറ്റുപാടിൻ. ഗദ്യമൊരുത്തി ചൊല്ലിടും നേരം ഹൃദ്യമറ്റെല്ലാരും ഏറ്റുപാടിൻ. അദ്വൈവകാലം കളയാതെ ഹൃദ്യാനുകൂലം ചൊല്ലിടുക പദ്യാതിജാലം. കലർത്തി നാം ചിത്തത്തിൽ മോദം വളർത്തിടു താളത്തിൽ കൈകൊട്ടി പാദം ചവിട്ടി നാം താളത്തിൽ കൈകൊട്ടി പാദം ചവിട്ടി നാം മോദത്തിൽ പാടിക്കളിച്ചിടണം. നല്ല കുമ്മിയടിച്ചു കളിച്ചിടണം. മോദത്തിൽ പാടിക്കളിച്ചിടണം. നല്ല കുമ്മിയടിച്ചു കളിച്ചിടണം.